ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തമ്മിൽ കണ്ട പോലെ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ നമുക്ക് നേരത്തെ കിട്ടും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെല്ലാവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലേ? അപ്പം ചിലർ ചെയ്തിട്ടുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്, ചിലവർ ചെയ്യാൻ പോകുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഇൻ്റർവ്യൂവിന് അവർ ചോദിക്കാൻ പോകുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നേരത്തെ കിട്ടും. നമുക്കത് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പം ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ അവസാനം വരെ കാണുവാൻ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതൊരു വെബ്സൈറ്റ് വഴിയാണ് നമ്മളിത് ചെയ്ത് നോക്കുന്നത്. ഈ വെബ്സൈറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ തന്നെ വാമപ്പ് ഇൻ്റർവ്യൂ എന്നാണ്. അപ്പം ജസ്റ്റ് നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ വാമപ്പ് ഇൻ്റർവ്യൂ എന്ന് സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കുക. ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇതാണ് ഇൻ്റർവ്യൂ വാമപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പം ചില സബ്ജക്റ്റുകൾക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂവിനുള്ള പേടിയസോ ടെൻഷൻസോ അങ്ങനെ ഏതൊക്കെ ക്വസ്റ്റ്യൻസോ ആണ്, അല്ല എങ്ങനെ നമുക്ക് അപ്പിയർ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. എന്നിട്ട് എന്ന് വെച്ചിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു സ്പീക്കറിൻ്റെ ഇതിൻ്റെ ചിഹ്നമുണ്ട്, സ്പീക്കറിൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം അത് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരുന്ന ഒരു സെക്ഷനാണത്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡ് 3 ഡോട്ട് ഉണ്ട്. അവിടെ FAQ ഉണ്ട്, ഇൻ്റർവ്യൂ ടിപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ടിപ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിഫോർ ദി ഇൻ്റർവ്യൂ എങ്ങനെ നമ്മൾ അപ്പിയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് വരും എന്നുള്ള കാണിക്കാം. ഡ്യൂറിങ് ഇൻ്റർവ്യൂ എങ്ങനെ നമുക്കത് അറ്റൻഡ് ചെയ്യണം കേട്ടോ. അപ്പം കുറച്ച് ടിപ്സ് ഓൾറെഡി തന്നെ ഇവർ തന്നിട്ടുണ്ട്. എങ്ങനെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവറെ എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യാമെന്നാണ്. അവിടെ 3-5 തോട്ട്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, if you are unsure about what's being asked, ask your interviewer to clarify. അങ്ങനെ പറഞ്ഞാൽ പല ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. അപ്പം ആഫ്റ്റർ ഇൻ്റർവ്യൂ എങ്ങനെ, ബിഹേവിയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ, ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ, ബാക്ക്ഗ്രൗണ്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ എല്ലാ സ്റ്റൈൽസും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊന്നും ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട്, അപ്പം നമുക്ക് സ്റ്റാർട്ട് പ്രാക്ടീസിങ് പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് സബ്ജക്റ്റുകൾ തന്നിട്ട്, ഡേറ്റ അനലിസ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ-കൊമേഴ്സ്, IT സപ്പോർട്ട്, പ്രോജക്റ്റ് മാനേജ്, UX, സൈബർ സെക്യൂരിറ്റി, ജനറൽ അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് അത് നിങ്ങൾ കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ജനറലിൻ്റെ സെക്ഷൻ കൊടുത്തു. ജനറൽ സെക്ഷൻ കൊടുക്കുമ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോന്നിനും ഹായ് എന്ന് പറയാം. അല്ലേ, Hi, let's practice an interview. Okay. Please tell me why you would be a good fit for this role. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. പ്ലീസ് ടെൽ മീ വൈ വുഡ് ബി എ ഗുഡ് ഫിറ്റ് ഫോർ ദിസ് ജോബ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്ക് ആൻസർ പറയാം, നമുക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അനലൈസ് ചെയ്തിട്ട് നമ്മുടെ മെയിലിലേക്ക് അവരെന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിനും 5 എണ്ണം കഴിയുമ്പോഴാണ് നമുക്കത് മെയിലിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് പാസ്സാണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇത് വായിച്ച് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇൻ്റർവ്യൂവർ എന്തൊക്കെ കാര്യങ്ങളല്ലേ, എങ്ങനെ ഇൻ്റർവ്യൂവിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പം ഒരു പേടിയില്ലാതെ, ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മറക്കാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് സജസ്റ്റ് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഇതേപോലെ അടിപൊളി ടിപ്സിന് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നവരെ ഓക്കെ, ബൈ, താങ്ക്സ്.